നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. എം സ്വരാജിനെ മന്ത്രിയാക്കില്ല എന്ന എം.വി. ഗോവിന്ദൻ്റെ വെളിപ്പെടുത്തൽ സ്ഥാനാർത്ഥിക്ക് നിലമ്പൂരിൽ തിരിച്ചടിയായെന്നാണ് CPM വിലയിരുത്തൽ. അനവസരത്തിലാണ് എം.വി. ഗോവിന്ദൻ ഇത്തരത്തിലൊരു പ്രസ്താവന പുറപ്പെടുവിച്ചത്രേ. CPM സംസ്ഥാന സെക്രട്ടറിയുമായി ഒരു സ്വകാര്യ ചാനൽ നടത്തിയ അഭിമുഖത്തിലാണ് എം സ്വരാജിനെ ജയിച്ചാലും മന്ത്രിയാക്കാൻ CPM ഒരുങ്ങില്ലെന്നുള്ള സൂചന എം.വി. ഗോവിന്ദൻ നൽകിയത്. നിലമ്പൂരിലെ സഖാക്കളാകട്ടെ എം സ്വരാജ് ജയിച്ചാൽ മന്ത്രിയാകുമെന്നുള്ള പ്രചരണം വ്യാപകമായി അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത്തരത്തിലാണ് ഒരു പ്രമുഖ ചാനൽ എം.വി. ഗോവിന്ദനോട് ചോദിച്ചത്, എം സ്വരാജ് വിജയിച്ചാൽ നിങ്ങൾ അദ്ദേഹത്തെ മന്ത്രിയാക്കുമോ എന്ന്. എന്നാൽ ഇപ്പോൾ മന്ത്രിസഭാ പുനഃസംഘടനയുടെ യാതൊരു കാര്യമില്ലെന്നും എം സ്വരാജ് ജയിച്ചാൽ അദ്ദേഹത്തെ മന്ത്രിയാക്കുകയില്ലെന്നുമാണ് എം.വി. ഗോവിന്ദൻ തുറന്നു പറഞ്ഞത്. ഇത് സ്വരാജിൻ്റെ വിജയസാധ്യതയെ ബാധിക്കുന്ന തരത്തിലായി പോയെന്നും വലിയ തോതിലുള്ള ഒരു പ്രചരണായുധമായി UDFിൻ്റെ കയ്യിൽ മാറിയെന്നുമാണ് ഇപ്പോൾ CPM നേതാക്കൾ പലരും അടക്കം പറയുന്നത്. തെരഞ്ഞെടുപ്പ് ദിനത്തിൻ്റെ തലേന്ന് തന്നെ എം സ്വരാജിനെതിരെ ഇത്തരത്തിലുള്ളൊരു അസംതൃപ്തി പാർട്ടിക്കുള്ളിൽ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായത്രേ. എം.വി. ഗോവിന്ദൻ്റെ ഈ ഒരു തുറന്നു പറച്ചിൽ അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തൽ CPMൻ്റെ സാധ്യതകളുടെ കടക്കൽ കത്തിവെക്കുന്നത് പോലെയായെന്നാണ് അവർ പറയുന്നത്. എം സ്വരാജിനെ ജയിപ്പിച്ച് മന്ത്രിയാക്കുമെന്ന പ്രചരണം അവിടെ വ്യാപകമായി നടന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ സ്വരാജ് ജയിച്ചു കയറുമായിരുന്നു, നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ ജയിച്ചു കയറുമായിരുന്നു എന്നാണ് CPM കേന്ദ്രങ്ങൾ പറയുന്നത്. എന്നാൽ ഇപ്പോൾ സ്വരാജിൻ്റെ വിജയസാധ്യത മങ്ങിയതിൻ്റെ പിന്നിൽ എം.വി. ഗോവിന്ദൻ്റെ ഈ ഒരു വെളിപ്പെടുത്തൽ, അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രസ്താവന കൂടി ഉണ്ടെന്നാണ് CPM നേതാക്കൾ പലരും അടക്കം പറയുന്നത്. എന്നാൽ എം.വി. ഗോവിന്ദനാകട്ടെ സ്വരാജിനെ തോൽപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ സ്വരാജ് നിയമസഭയിൽ എത്തണ്ട എന്നുള്ള രീതിയിൽ ഒരു നിലപാടെടുത്തു എന്നാണ് മറ്റു ചില നേതാക്കൾ, CPMൻ്റെ മലപ്പുറം ജില്ലയിലെ മറ്റു ചില നേതാക്കൾ പറയുന്നത്. എം സ്വരാജ് നിയമസഭയിലെത്തിയാൽ അത് പിണറായി ഭരണത്തിൻ്റെ മൂന്നാം ഊഴത്തിൻ്റെ തുടക്കമായിരിക്കുമെന്നുള്ള പ്രചരണം വ്യാപകമാവും. അങ്ങനെ ഉണ്ടാകാൻ പാർട്ടി ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് എം സ്വരാജ് മന്ത്രിയാകില്ലെന്നുള്ള സൂചന അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രസ്താവന ചാനലിൻ്റെ സംഭാഷണ മധ്യേ എം.വി. ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറി നടത്തിയതെന്നാണ് CPM നേതാക്കളും CPM അണികളും ഒക്കെ കരുതുന്നത്. എം.വി. ഗോവിന്ദൻ്റെ ഈ ഒരു പ്രസ്താവന അനവസരത്തിലുള്ളതായിരുന്നുവെന്നും എം സ്വരാജ് ജയിക്കട്ടെ അതിനുശേഷം അക്കാര്യം ചിന്തിച്ചാൽ പോരെ എന്ന് പറഞ്ഞാലെങ്കിലും പിടിച്ചു നിൽക്കാമായിരുന്നുവെന്നുമാണ് പല CPM സഖാക്കളും ഇപ്പോൾ പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ ഒരാൾ മത്സരിക്കുമ്പോൾ അയാൾ മന്ത്രിയാകുമെന്ന് ചോദിക്കുമ്പോൾ മന്ത്രിയാകില്ല എന്ന് പറയുന്നത് അയാളുടെ സാധ്യതകളെ ഇല്ലാതാക്കുന്നതിന് തുല്യമാണെന്നും എം.വി. ഗോവിന്ദനെ പോലെ ഒരു പരിണിതപ്രജ്ഞനായ ഒരു നേതാവ് CPM സംസ്ഥാന സെക്രട്ടറി അല്പം അവധാനതയോടെ ഇത്തരം കാര്യങ്ങൾ പറയണമെന്നുമായിരുന്നു അവിടെയുള്ള CPM നേതാക്കൾ പറയുന്നത്. ഏതായാലും സംസ്ഥാന സെക്രട്ടറിയെ തിരുത്താനൊക്കെ അവർക്ക് ഭയമാണ്. അത് CPMൽ നടക്കുന്ന കാര്യമല്ല. എന്നാലും പലരും രഹസ്യമായി ഇക്കാര്യം നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്. സ്വരാജ് മന്ത്രിയാകില്ല എന്ന് എം.വി. ഗോവിന്ദൻ ഉറപ്പിച്ചു പറഞ്ഞത് സ്വരാജിന് വലിയൊരു രാഷ്ട്രീയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയതെന്നും, എന്നാൽ ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചാൽ 2026 മലപ്പുറത്തു നിന്നുള്ള കോൺഗ്രസ് മന്ത്രി അദ്ദേഹമായിരിക്കുമെന്നുള്ള പ്രചരണം ഇപ്പോൾ തന്നെ UDF നേതാക്കൾ അഴിച്ചുവിട്ടിരുന്നു. അത് വളരെ ഗുണം ചെയ്യും ആര്യാടൻ ഷൗക്കത്തിന് എന്നാണ് പറയുന്നത്. കാരണം 2026 തെരഞ്ഞെടുപ്പിലും ഷൗക്കത്തിന് ജയിക്കാനുള്ള ഒരു വഴിയൊരുക്കുകയാണ് UDF ഈ പ്രചരണത്തിലൂടെ. അപ്പോൾ എം സ്വരാജ് ഇത്തവണ തന്നെ മന്ത്രിയാകുമെന്നുള്ള ഒരു സൂചന അല്ലെങ്കിൽ അത്തരത്തിലൊരു ധാരണ പരന്നിരുന്നെങ്കിൽ അത് വലിയ തോതിൽ വോട്ടുകളെ ആകർഷിക്കാൻ കഴിയുമായിരുന്നുവെന്നാണ് CPM നേതാക്കൾ പറയുന്നത്. ഏതായാലും എം.വി. ഗോവിന്ദൻ മനഃപൂർവ്വം എന്തോ സ്വരാജിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പല CPM നേതാക്കളും അല്ലെങ്കിൽ പല CPM അണികളും നിലമ്പൂരിൽ നിന്ന് നമ്മളോട് പറയുന്നത്.